إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 101-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ. നിങ്ങൾ വഇദാ ലറബ്തും ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്നതായാൽ ഫലൈസ അലൈക്കും, നിങ്ങളുടെ മേലില്ല ജുനാഹൻ, കുറ്റമില്ല, അൻ തഖ്സുറൂ മിനസ്സലാത്തി, നമസ്കാരം ചുരുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. കാരണം ഒരു സഞ്ചാരി, ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ 5 വക്ത് നമസ്കാരം അതിനെ ചുരുക്കി നമസ്കരിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് ഖസ്റായി നമസ്കരിക്കാമെന്നാണ് അല്ലാഹു പറയുന്നത്. അതുപോലെ ജുംആയിട്ടും നമസ്കരിക്കാം. ഇൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, അയ്യഫ്തിനകുമുല്ലദീന കഫറു, അവിശ്വാസികളായ ഒരു കൂട്ടർ നിങ്ങളെ ആ ഫിത്നയിൽ, കുഴപ്പത്തിൽ അകപ്പെടുത്തും എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചുരുക്കി നമസ്കരിക്കണം. ഇതാണ് ഇതിന്റെ മൂല കാരണം. കാരണം അവിശ്വാസികളെ തൊട്ട് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും ഫിത്ന ഭയപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കി നമസ്കരിക്കാം. ഈ രൂപത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. എന്നാൽ നോക്കൂ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും ഒരു സംശയമുണർന്നു. അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ ഞങ്ങളുടെ ഭയപ്പാടൊക്കെ മാറിയില്ല റസൂലെ, ഇനി ഞങ്ങൾ ചുരുക്കി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് അനുമതിയുണ്ടോ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അത് അല്ലാഹുവിങ്കൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചൊരു സ്വതക്കയാകുന്നു, ഒരു ധനമാകുന്നു, അത് നിങ്ങൾ കൊണ്ടു നടക്കൂ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇനി നിങ്ങൾ ആ ഭയപ്പാടില്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിലും ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖസ്റാക്കി നമസ്കരിക്കാൻ അനുമതിയുണ്ട് എന്നുള്ളൊരു മതവിധിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് കഴിഞ്ഞല്ല പറയുകയാണ്, എന്നൽ കാഫിരീന, നിശ്ചയമായും അവിശ്വാസികൾ, കാനൂലക്കും, അവരായി, അദുവ്വം മുബീന, നിങ്ങൾക്ക് വ്യക്തമായ ശത്രുക്കളാകുന്നു. ആ മക്കത്തെ മുസ്ലിമീങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച ആ മക്ക കഫറുകൾ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുക്കളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതുപോലെ നമസ്കാരം ചുരുക്കി നമസ്കരിക്കാനുള്ള വിധിയും ഈ ആയത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നു. ഈ രൂപത്തിൽ നമുക്ക് ലഭിച്ച ഒരു ഔദാര്യമാണ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ്, സമ്മാനമാണത്. അത് നാം ഏറ്റെടുക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.